ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്കൊരു ചിക്കൻ അച്ചാർ ഉണ്ടാക്കിയാലോ. അതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. പോകാം റെസിപ്പിയിലേക്ക്. വേണ്ടി ഞാൻ 1/2 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട്. ഇത് ഞാൻ ക്ലീൻ ചെയ്ത് കഴുകി വെച്ചിരിക്കുകയാണ്. ഇതിൻ്റെ ബോൺസ് എല്ലാം ഞാൻ മാറ്റിയിട്ടുണ്ട്. അതിനാവശ്യത്തിലുള്ള ഇഞ്ചിയും വെളുത്തുള്ളിയും, കുറച്ച് കുരുമുളക് എടുത്തിട്ടുണ്ട്, കുറച്ച് കറിവേപ്പില എടുത്തിട്ടുണ്ട്. ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം കൂടെ ഒന്ന് ചതച്ചെടുക്കാമേ. ഇത് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. അത് ഞാൻ ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. 1/4 ടീസ്പൂൺ മഞ്ഞൾ പൊടി കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. 1 ടീസ്പൂൺ ഗരം മസാല പൊടിച്ചത് അത് കൂടെ ചേർത്ത് കൊടുക്കണം. മുളക് പൊടി അത് 1 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാമേ. ഈ മസാലയെല്ലാം ഇതിലൊന്ന് പിടിക്കാൻ വേണ്ടിയേ. അത് ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇതൊരു 5 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാമേ, ഈ മസാലയെല്ലാം ഇതിൽ പിടിക്കാൻ വേണ്ടിയേ. ഇനി ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാമേ. ഇതിലേക്ക് കുറച്ച് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാമേ. ഇത് ഞാൻ എടുത്തിരിക്കുന്നത് ഇതേ നല്ലെണ്ണയാണ്. ഒരു സൈഡ് ഫ്രൈ ആയി കഴിയുമ്പോൾ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാമേ. ഇതെല്ലാം ഒന്ന് ഫ്രൈ ആകാറായിട്ടുണ്ട്. ഇത് നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്തില്ലേ, അതുപോലെ ഫ്രൈ ചെയ്താൽ മതിയേ. അത്രയും ഫ്രൈ ആയി കിട്ടിയാൽ മതി. ഇത് നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട്. ഇനി ഇതെടുത്ത് മാറ്റാവേ. ഞാൻ ആ ഫ്രൈ പാനിൽ തന്നെയാണ് ഇത് വെക്കുന്നത്. ഇനി ഇതിലേക്ക് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. കടുകെല്ലാം പൊട്ടി വന്നിട്ടുണ്ട്. ഈ കറിവേപ്പിലയും വെളുത്തുള്ളിയും ഇഞ്ചിയും ഇട്ട് കൊടുക്കുകയാണ്. ഇതിൻ്റെ പച്ചമണം മാറുന്ന വരെ ഇത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാമേ. ഉള്ളിയെല്ലാം നന്നായി മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഈ മുളക് പൊടി ഇട്ട് കൊടുക്കുകയാണ്. ഞാൻ ഇതിൽ വേറെ പൊടികളൊന്നും ചേർക്കുന്നില്ല. മുളക് പൊടിയും ഗരം മസാലയും മാത്രം ചേർക്കുന്നുള്ളൂ. കുറച്ച് ടീസ്പൂൺ ഗരം മസാലയും കൂടി ഇട്ട് കൊടുക്കുകയാണ്. ഈ പൊടിയുടെ പച്ചമണം മാറുന്ന വരെ നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കാം. ഈ പൊടിയുടെ പച്ചമണം മാറുന്ന വരെ നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കാം. ഇതെല്ലാം നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് വിനെഗറും കൂടി ഒഴിച്ചു കൊടുക്കുകയാണ്. ഞാൻ കുറച്ച് വിനെഗർ ഒഴിച്ചു കൊടുക്കുന്നുള്ളൂ. ഈ അച്ചാർ പൂത്ത് പോകാതിരിക്കാൻ വേണ്ടിയാണ് വിനെഗർ ചേർത്ത് കൊടുത്തത്. ഞാൻ കുറച്ചേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. ഇനി ഇതിലേക്ക് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഇട്ട് കൊടുക്കുകയാണ്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇതിൽ ഞാൻ 1/2 കപ്പ് വെള്ളം കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമുക്ക് വേണമെങ്കിൽ നല്ല ലൂസായിട്ട് വേണമെങ്കിൽ കുറച്ചുകൂടെ വെള്ളം ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇതിൻ്റെ ഫ്ലെയിം ഞാൻ ഓഫ് ചെയ്യുവാണ്. ഇത്രയും മതി. ഇതിലേക്ക് മാറ്റുവാണ്. അപ്പം നമ്മുടെ ചിക്കൻ അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല സൂപ്പർ ടേസ്റ്റാണ് ഇത്. നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എൻ്റെ വീഡിയോ ഇഷ്ടമായ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ. അടുത്ത വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.